കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററിലെത്തിയിട്ടുള്ള സിനിമയായിരുന്നു മന്ദാരം. മന്ദാരം എന്ന് പറഞ്ഞുള്ള സിനിമയുടെ തിയേറ്റർ കോപ്പി ഇപ്പോൾ തമിഴ് റോക്കേഴ്സിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞുള്ള സൈറ്റിൻ്റെ അകത്ത് തുടർച്ചയായി മലയാള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. തീവണ്ടി, അതുപോലെ തന്നെ വരുത്തൻ തുടങ്ങിയിട്ടുള്ള സിനിമകളും കഴിഞ്ഞ ആഴ്ചകളിൽ എത്തിയിരുന്നു. സിനിമ ഇറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തമിഴ് റോക്കേഴ്സിൽ എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് മലയാള സിനിമയും എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരുന്നത് തമിഴ് സിനിമാ ലോകമായിരുന്നു. അവരുടെ സിനിമകൾ ഇറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ സിനിമകൾ തമിഴ് റോക്കേഴ്സിൽ എത്തുന്ന ഒരു പതിവായിരുന്നു. പക്ഷേ മലയാള സിനിമയെ ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലേക്കും ഇത് കടന്നു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ സിനിമകൾ വന്നിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതാണ്. തമിഴ് റോക്കേഴ്സിന് ഇവിടെ കൃത്യമായിട്ട് മലയാള സിനിമകൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു കാര്യം കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈബർ പോലീസോ കാര്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പല സിനിമകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് വന്നിട്ടുള്ള എല്ലാ സൂപ്പർ ഹിറ്റായിട്ടുള്ള മലയാള സിനിമകളും തമിഴ് റോക്കേഴ്സിൽ ആദ്യ ആഴ്ചയിൽ തന്നെ എത്തിയിട്ടുണ്ട്. തമിഴ് റോക്കേഴ്സ് പലതരത്തിലുള്ള പല സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വിതരണം ചെയ്യുന്നത്. കൃത്യമായിട്ട് പലരും ഈ സിനിമകൾ കാണുന്നുണ്ട്. അത് മലയാള സിനിമയെയും സിനിമാ വ്യവസായത്തെയും കൃത്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകളും വിശേഷങ്ങളും തുടർന്നുള്ള മണിക്കൂറുകളിൽ ഞങ്ങൾ ലഭ്യമാക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.